തങ്ക അങ്കി രഥഘോഷയാത്ര ഇന്ന് ശബരിമലയിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തുന്ന ഘോഷയാത്ര 3 മണിയോടെ സന്നിധാനത്തേക്ക് പുറപ്പെടും. 6:30 അയ്യപ്പന് തങ്ക അങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും. നാളെയാണ് മണ്ഡലപൂജ ഉത്സവം. ഈ മാസം 22 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി രഥഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് 1:30 പമ്പയിൽ എത്തിച്ചേരും. വൈകിട്ട് 3 മണിയോടെ തങ്കയങ്കിയുമായി ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. 5:15 ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡിന്റെ ആചാരപരമായ സ്വീകരണം ഏറ്റുവാങ്ങി 6 മണിയോടെ സന്നിധാനത്തെത്തുന്ന തങ്കയങ്കി 18-ാം പടിക്ക് മുകളിൽ കൊടിമര ചുവട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി ഏറ്റുവാങ്ങി സോപാനത്തിലേക്ക് കൊണ്ടുപോകും. തന്ത്രിയും മേൽശാന്തിയും തങ്കയങ്കി ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് കൊണ്ടുപോയ ശേഷം അയ്യപ്പന് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള മഹാദീപാരാധന നടക്കും. കൊറോണ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ പമ്പയിൽ നിന്ന് ഘോഷയാത്രയെ അനുഗമിക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്രയെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു. അപ്പോൾ പോലീസിന്റെ ലെവലുള്ള എല്ലാ തയ്യാറെടുപ്പും മറ്റ് വിവിധ SO എന്നുള്ള നിലയ്ക്ക് എല്ലാ ഏജൻസികളായിട്ട് ഇവിടെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടും സംസാരിച്ച് അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ആളുകളെ ഒന്നും തന്നെ അനുഗമിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. ദേവസ്വം ബോർഡ് ചേർന്നിട്ട് അതിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള മിനിമം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇന്നും നാളെയും ഉച്ചയ്ക്ക് 1 മണി വരെ ദർശനം നടത്താനുള്ള തീർത്ഥാടകരെ കടത്തിവിട്ട ശേഷം പിന്നീട് വൈകിട്ട് 5 മണിക്ക് ശേഷമേ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടൂ. നാളെ പകൽ 11:40 12:20 മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ചടങ്ങുകൾ നടക്കുക. ജനം, സന്നിധാനം.